അടുത്ത ടൈപ്പ് ക്യാഷ് ബുക്ക് ആണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്ക് എന്ന് പറയും. അപ്പൊ ആ പേര് പോലെ തന്നെ 3 കോളം ആണ്, അതായത് എമൗണ്ട് കോളം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നമ്മൾ ആദ്യം പഠിച്ചത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആയിരുന്നു. സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത എന്താ? ഒറ്റ എമൗണ്ട് കോളേ ഉള്ളൂ. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒറ്റ കോളേ വരത്തുള്ളൂ. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എക്സ്ട്രാ ആയിട്ട് ഡിസ്കൗണ്ട്, ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് അലൗഡും വരും, ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡും വരും. അതുകൊണ്ടാണ് അതിന് 2 കോളം ക്യാഷ് ബുക്ക്. ഇവിടെ അപ്പം 3 എമൗണ്ട് കോളം വരും. അതായത് ഡിസ്കൗണ്ട് ഓൾറെഡി ഡിസ്കൗണ്ട് അലൗഡും ക്യാഷും ഉണ്ട് ഡെബിറ്റ് സൈഡിൽ. അത് കൂടാതെ ബാങ്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു എമൗണ്ട് കോളം കൂടെ നമ്മൾ വരയ്ക്കണം. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെക്ക് ആയിട്ടൊക്കെ പേ ചെയ്യുമ്പോഴത്തേക്ക് ബാങ്കിൽ അത് എഫക്ട് ചെയ്യത്തില്ല. അപ്പൊ അത് കാണിക്കാനായിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്നൊരു പുതിയ കോളം കൂടെ നമ്മൾ വരച്ചേക്കുന്നത്. അപ്പം ഫോർമാറ്റ് ഇതാണ്: ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LYF, ഡിസ്കൗണ്ട് അലൗഡ്, ക്യാഷ്, ബാങ്ക്. ഓക്കെ. ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റില് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LYF, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ക്യാഷ്, ബാങ്ക്. ഇത്രയാണ് വന്നേക്കുന്നത്. ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ്. ഇനി നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇലിസ്ട്രേഷൻ 4 ആണ്. ഇലിസ്ട്രേഷൻ 4 നമുക്ക് ട്രാൻസാക്ഷൻ നോക്കാം. ജൂലൈ 15 2018 ജൂലൈ 15 ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 2018 ജൂലൈ 15. ക്യാഷ് ഇൻ ഹാൻഡ് 800. ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് കാണിക്കണം. നോക്കിയേ, ഡേറ്റ് കൊടുത്തതിന് ശേഷം ടു ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാ എമൗണ്ട്? എത്രയാണ്? ക്യാഷിന്റെ ബാലൻസ് അല്ലേ. അപ്പൊ കോളം ഒന്നും മാറിപ്പോരുത്. ഇച്ചിരി ഒരുപാട് കോളംസ് ഒക്കെ ഉണ്ട്. സൈമൾട്ടേനിയസ്ലി നമ്മൾ പല കോളത്തിൽ നമ്മൾ എമൗണ്ട് എൻട്രി ചെയ്യേണ്ടി വരും. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇവിടെ ഇപ്പൊ ക്യാഷിന്റെ ബാലൻസ് ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ക്യാഷിന്റെ കോളത്തിൽ വേണം എഴുതാൻ. നേരെ ഞാൻ എഴുതുന്നു 800. ഓക്കെ ആണോ? അതിനോട് തന്നെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് 15 തന്നെ ബാലൻസ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട്. അതായത് ബാങ്കിന്റെയും കൂടെ ബാലൻസ് തന്നിട്ടുണ്ട്. ഈ ബാലൻസ് എന്താ? നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇരിക്കുന്നതിന്റെ ബാലൻസ് ആണ് 800. അല്ലാതെ ബാങ്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പേരിൽ ബാങ്കിൽ കൊടുക്കുന്ന എമൗണ്ട് ആണ്. ഓക്കെ ആണോ? അപ്പൊ ബാങ്കിന്റെ ബാലൻസ് എത്രയാ തന്നേക്കുന്നത്? 4500 ആണ്. അപ്പൊ നേരെ നമുക്ക് പുതിയതായിട്ടൊരു ബാലൻസ് പ്രോഡൗൺ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ എഴുതിയ ആ ബാലൻസിന് നേരെ ബാങ്കിന്റെ ബാലൻസ്, ബാങ്കിന്റെ കോളത്തിലായിട്ട് എത്ര കാണിക്കുക? 4500. ക്ലിയർ ആയോ? അപ്പൊ രണ്ടിന്റെയും കൂടെ ബാലൻസ് ഒരേ സമയം നമ്മൾ എൻട്രി ചെയ്തേക്കാണ്. ക്യാഷ് ബാലൻസ് നമ്മുടെ എത്രയുണ്ട്? 800ഉം ബാങ്ക് ബാലൻസ് എത്രയാ? 4500. ഓക്കെ ആണോ? ഡിസ്കൗണ്ട് ഒന്നും വരുന്നില്ല. ഡിസ്കൗണ്ട് വരുമ്പോൾ മാത്രം നമ്മൾ എൻട്രി ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷും ബാങ്കും മാത്രം എൻട്രി ചെയ്തിട്ടുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് ഇഷ്യൂഡ് ചെക്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് ഇഷ്യൂഡ് ചെക്ക് ₹3000. നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു, പകരം നമ്മൾ ക്യാഷ് അല്ല, പിന്നെയോ നമ്മൾ ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ ഓർക്കണം, ജേണൽ എൻട്രി ഓർത്തേ. ക്യാഷ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തോ ജേണൽ എൻട്രി എഴുതിയേനെ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി. ഇവിടെ പക്ഷെ ക്യാഷിലല്ല നമ്മൾ പേ ചെയ്തത്, പിന്നെയോ നമ്മൾ ചെക്കിലാണ് പേ ചെയ്തത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ചെക്കിലാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് നമ്മൾ എവിടെയാ കാണിക്കുന്നത്? ബാങ്കിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വരും. നിങ്ങൾ ജേണൽ എൻട്രി പഠിക്കാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ അതിന്റെ സൈഡിൽ തന്നെ ജേണലും കൂടെ എഴുതി പോകണം. നമുക്ക് ഇപ്പൊ എല്ലാം കൂടി ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ട്രാൻസാക്ഷന്റെ നിങ്ങൾ ജേണൽ സൈഡിൽ തന്നെ ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. അപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് ഇഷ്യൂഡ് ചെക്ക് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വരും. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. അപ്പൊ നമ്മളിപ്പോ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിന്റെ ഏത് സൈഡിലായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നത്? പർച്ചേസിന് ആരുമായിട്ടാ ബാങ്കിന് ആരുമായിട്ടാ റിലേഷൻ? പർച്ചേസുമായിട്ട്. പർച്ചേസിന് എന്തോ ചെയ്തേക്കുക? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ഏത് സൈഡിൽ വരണം? ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്. നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു 2018 ജൂലൈ 16. ബൈ പർച്ചേസ് അക്കൗണ്ട്. ബൈ പർച്ചേസ് അക്കൗണ്ട്. ഏത് കോളത്തിലെ എമൗണ്ട് എഴുതും? നമ്മൾ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ അല്ലേ, നമ്മൾ ചെക്കിലാണ് നമ്മൾ പേ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ക്യാഷിന്റെ കോളത്തിലല്ല, ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട് കാണിക്കുക. എത്രയാണ്? 3000. കോളം മാറിപ്പോരുത്. ബാങ്കിന്റെ കോളത്തിൽ 3000. ഒന്നുകൂടെ പറയാം, ജേണൽ എൻട്രി എന്തുവാ? ട്രാൻസാക്ഷൻ എന്തുവാ? പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് ഇഷ്യൂഡ് ചെക്ക് ആണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പകരം നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ നേരെ ബാങ്കിന്റെ സൈഡിൽ വന്നു. ബൈ പർച്ചേസ് ബാങ്കിന്റെ കോളത്തിൽ 3000.
ക്ലിയർ? അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ, ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് അറിയാമല്ലോ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ്. അപ്പം സെയിൽസിന് എന്ത് ചെയ്തേക്കാണ്, ക്യാഷിന് എന്ത് ചെയ്തേക്കാണ്, ഡെബിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ നേരെ നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ പോവുക, ഡേറ്റ് കാണിക്കുക, July 17 ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഏത് കോളത്തിൽ എമൗണ്ട് ഫില്ല് ചെയ്യുന്നു? ക്യാഷിന്റെ കോളത്തിൽ. കോളം മാറിപ്പോകരുത്, ക്യാഷിന്റെ കോളത്തിൽ ഫില്ല് ചെയ്യുക 4000. ഓക്കെ ആണല്ലോ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷിന്റെ കോളത്തിൽ ഞാൻ വീണ്ടും പറയാം, കോളം മാറിപ്പോകരുത്. കോളം മാറിപ്പോയാൽ നമ്മുടെ ബാലൻസ് തെറ്റും, എന്റെ പ്രോബ്ലം മിസ്റ്റേക്ക് വരും. കോളം മാറരുത്. ക്യാഷിന്റെ അവിടെ ടു സെയിൽസ്, ക്യാഷിന്റെ കോളത്തിൽ 4000. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കിക്കേ, റിസീവ് ഫ്രം Samad in full settlement of his account of rupees 4000, check 2000 and cash 1950. ശ്രദ്ധിച്ചേ, സമദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കസ്റ്റമർ, അയാളുടെ അക്കൗണ്ട്സ് നമ്മൾ ഫുള്ളി സെറ്റിൽ ചെയ്തു. ടോട്ടൽ അയാൾ നമ്മൾക്ക് 4000 രൂപ തരാനുണ്ട്, 4000 റുപ്പീസ് നമുക്ക് തരാനുണ്ട്. അയാള് 2000 രൂപ ചെക്കായിട്ട് തന്നു. എങ്ങനെയാ, ഔട്ട് ഓഫ് 4000 2000 രൂപ അയാൾ ചെക്കായിട്ട് തന്നു, ബാക്കി ക്യാഷ് ആയിട്ട് തന്നു. പക്ഷെ ക്യാഷ് ടോട്ടൽ 4000 ആണല്ലോ, 2000 ചെക്കായിട്ട് തന്നു എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ട് എത്ര തരണം? 2000 നമുക്ക് തരണം. പക്ഷെ ക്യാഷ് ആയിട്ട് ആ വ്യക്തി എത്രയേ നമുക്ക് തന്നുള്ളൂ? 1950 രൂപ മാത്രമേ നമുക്ക് തന്നുള്ളൂ. ടോട്ടൽ 4000 ആണ്, 2000 രൂപ അയാൾ ചെക്കായിട്ട് തന്നു. ഇനി എത്രയും കൂടെ തരണം ക്യാഷ് ആയിട്ട്? 1950 രൂപ. അപ്പൊ ഇനി പോസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചേ, നമ്മൾ നേരെ ഡെബിറ്റ് സൈഡിൽ വരുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമ്പോഴും ചെക്ക് കിട്ടുമ്പോഴും നമ്മൾ എങ്ങനെയാ ജേർണൽ എൻട്രി എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആരുടെ അടുത്ത് നിന്നാ കിട്ടിയത്? സമദ് അല്ലേ? അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സമദ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ വരുന്നു. ഡേറ്റ് കാണിച്ചേ, 18 ടു സമദ് അക്കൗണ്ട്. എത്ര രൂപയാ? ചെക്കായിട്ട് എത്രയാ കിട്ടിയത്? അത് ആദ്യം അങ്ങ് എഴുതുക. ചെക്കായിട്ട് നമുക്ക് 2000 രൂപ കിട്ടിയല്ലോ, നമ്മൾ നേരെ ബാങ്കിൽ കൊണ്ടുവന്ന് ആ എമൗണ്ട് കാണിക്കുക. നേരെ വേണേ 2000 നമുക്ക് ചെക്കായിട്ട് തന്നു. ശരിയാണല്ലോ? പക്ഷേ ക്യാഷ് ഈ സെയിം ട്രാൻസാക്ഷൻ തന്നെയാണ് അയാൾ നമുക്ക് ക്യാഷും തന്നത്. പക്ഷെ ക്യാഷ് എത്ര രൂപ തന്നിട്ടുള്ളൂ? 1950, 1950. അപ്പൊ ക്യാഷിന്റെ കോളത്തിൽ നമ്മൾ എഴുതുന്നു 1950. പക്ഷേ നമുക്ക് 50 രൂപയും കൂടെ കിട്ടാനുണ്ട് അല്ലേ? 50 രൂപ ആ വ്യക്തി നമുക്ക് തന്നില്ല. അപ്പൊ നമ്മൾ എന്തുവാ ചെയ്തത്? അത്രയും രൂപയ്ക്ക് നമ്മൾ സെറ്റിൽ ചെയ്തു എന്ന് പറയുമ്പോൾ 50 രൂപ നമ്മൾ വേണ്ടാന്ന് വെച്ചു അല്ലേ? അപ്പൊ ആ വേണ്ടാന്ന് വെച്ച 50 രൂപയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഡിസ്കൗണ്ട് അലൗഡ്. എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ്. ആ ഡിസ്കൗണ്ട് അലൗഡിന്റെ കോളത്തിൽ 50. എത്ര രൂപ? 50. സോറി, എത്ര രൂപ ഡിസ്കൗണ്ട്? 50. കാരണം 2000 ചെക്കായിട്ട് തന്നു, ബാക്കി 2000 ക്യാഷ് ആയിട്ട് തരുന്നതിന് പകരം ക്യാഷ് എത്രയാണ് തന്നുള്ളൂ? 1950. അപ്പൊ 50 രൂപ എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ഓക്കെ ആണോ? ഞാൻ ഇവിടെ ഒന്ന് എഴുതി ഇട്ടേക്കാം. അതായത് 2000 മൈനസ് 1950, ഡിസ്കൗണ്ട് അലൗഡ് വരുന്നത് 50 ആണ്. ഓക്കെ ആണോ? ഇപ്പൊ എഴുതിയ ട്രാൻസാക്ഷൻ വളരെ ശ്രദ്ധിച്ചെഴുതണം, കാരണം 3 കോളത്തിലെ എമൗണ്ട് വരുന്നുണ്ട്. ചെക്കായിട്ട് കിട്ടിയത് 2000, ക്യാഷ് ആയിട്ട് കിട്ടിയത് 1590, ദെൻ ഡിസ്കൗണ്ട് ആയിട്ട് വന്നത് 50. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ, ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 5000. ചെക്ക് നമ്മൾ ഈ ബാങ്കിനെ റിലേറ്റ് ചെയ്യുന്ന എൻട്രി പഠിച്ചപ്പോഴൊക്കെ ഇത് തിയറി സെക്ഷനിൽ നമ്മൾ ഈ എൻട്രീസ് എല്ലാം നോക്കിയതാണ്. ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അതായത് നമ്മൾ ചെക്ക് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. എന്താണ്? ബാങ്ക്, കാരണം ബാങ്കിലെ ബാലൻസ് കൂടും, ക്യാഷ് കുറയും. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്കിനെ അവിടെ ഡെബിറ്റ് ചെയ്തേക്കല്ലേ. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് കൊടുക്കുന്നു 20th ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. നോക്കിക്കേ, ഈ ബാങ്കും ക്യാഷും ഒരേ എൻട്രിയിൽ വരുമ്പോൾ അങ്ങനത്തെ എൻട്രീസിന് നമ്മൾ പറയുന്ന പേരാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയും. കോൺട്രാ എൻട്രി, അതായത് ഒന്നെങ്കിൽ ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ബാങ്ക്, അല്ലെങ്കിൽ ഡെബിറ്റ് ബാങ്ക്, ക്രെഡിറ്റ് ക്യാഷ്, ഇങ്ങനെ വരുന്ന ക്യാഷിന്റെയും ബാങ്കിന്റെയും മാത്രം ഡെബിറ്റും ക്രെഡിറ്റും ക്യാഷും ബാങ്കും മാത്രമാണ് വരുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് എൻട്രീസിന് പറയുന്ന പേരാണ് കോൺട്രാ എൻട്രീസ്. അത് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പർട്ടിക്കുലേഴ്സ് കഴിഞ്ഞിട്ട് L/F എഴുതത്തില്ലേ, അവിടെയായിട്ട് ഒരു C കാണിച്ചേക്കുക.
അത് കമ്പൽസറി ഒന്നും അല്ല, പക്ഷെ റൂൾ അങ്ങനെയാണ്, നമ്മൾ കാണിച്ചേക്കണം. കോൺട്രാ എൻട്രി ആണെന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ആ സി കൊടുക്കുന്നത്. അപ്പൊ എന്തുവാ കോൺട്രാ എൻട്രി? ബാങ്കും ക്യാഷും, ഡെബിറ്റ് ബാങ്കും ക്രെഡിറ്റ് ക്യാഷും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാങ്കും ഡെബിറ്റ് ക്യാഷും, ഇങ്ങനെ വരുന്ന ഈ ക്യാഷും ബാങ്കും മാത്രം വരുന്ന അക്കൗണ്ട്സ് വരുന്ന ജേർണൽസിന് പറയുന്ന പേരാണ് കോൺട്രാ എൻട്രീസ്. അത് സൂചിപ്പിക്കാനായിട്ടാണ് ആ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നമ്മളൊരു സി കാണിച്ചേക്കുക. ഓക്കെ, ടെക്സ്റ്റിനകത്ത് അത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ടു ക്യാഷ്, ഇവിടെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എത്രയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്? 5,000. അപ്പൊ ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് ഒരിക്കലും ക്യാഷിന്റെ കോളത്തിൽ കൊണ്ട് എമൗണ്ട് എഴുതരുത്, ബാങ്കിന്റെ കോളത്തിൽ വേണം എമൗണ്ട് കാണിക്കാനായിട്ട്. ശ്രദ്ധിക്കണേ, ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ക്യാഷിന്റെ കോളത്തിലല്ല അതിന്റെ എമൗണ്ട് വരുന്നത്, പിന്നെയോ ബാങ്കിന്റെ കോളത്തിൽ വേണം. അപ്പൊ ടു ക്യാഷ് അക്കൗണ്ട് കോൺട്രാ എൻട്രി ആണ്. നമ്മൾ എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? 5,000. നേരെ ബാങ്കിന്റെ കോളത്തിൽ വന്നിട്ട് 5,000. അതായത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് അക്കൗണ്ടിലല്ല. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ ഒരിക്കലും ക്യാഷ് അക്കൗണ്ട് അല്ല, പിന്നെയോ ബാങ്കിനാണ്. ഇനി സെയിം എൻട്രി തന്നെ ചിന്തിച്ചേ, കോൺട്രാ എൻട്രി ആണ് നമ്മൾ പറഞ്ഞു. അപ്പം ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്തുവാ? ബാങ്ക്. ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ജൂലൈ 20th ബൈ ബാങ്ക് അക്കൗണ്ട്, ബൈ ബാങ്ക് അക്കൗണ്ട്. അതായത് ടു ക്യാഷ് എഴുതിയപ്പോൾ നമ്മൾ എമൗണ്ട് എവിടെ എഴുതിയത്? ബാങ്കിൽ. അപ്പൊ ബൈ ബാങ്ക് എഴുതുമ്പോൾ നമ്മൾ എമൗണ്ട് എവിടെ ആയിരിക്കണം എഴുതുന്നത്? ക്യാഷിലായിരിക്കണം. ഞാൻ ക്രെഡിറ്റ് സൈഡിൽ വന്ന് ബൈ ബാങ്ക് അക്കൗണ്ട്, ക്യാഷിന്റെ കോളത്തിൽ എത്രയാണ്? 5,000. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ടു ക്യാഷ് എന്ന് എഴുതുമ്പോൾ ഒരിക്കലും ക്യാഷിന്റെ കോളത്തിൽ, പിന്നെയോ ബാങ്കിന്റെ കോളത്തിൽ വേണം എമൗണ്ട് കാണിക്കാൻ. അതുപോലെ ബൈ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ കോളത്തിലല്ല, പിന്നെയോ ക്യാഷിന്റെ കോളത്തിൽ വേണം എമൗണ്ട് കാണിക്കാൻ. ആ ട്രാൻസാക്ഷൻ അവിടെ കഴിഞ്ഞു. അടുത്തത് പെയ്ഡ് രമൺ കൃഷ്ണ ബൈ ചെക്ക് 2,970 ആൻഡ് റിസീവ്ഡ് ഡിസ്കൗണ്ട് 30. നമ്മൾ രമൺ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ചെക്ക് കൊടുത്തു. ചെക്കാണ് കൊടുത്തത്. എത്ര രൂപയുടെ ചെക്ക് കൊടുത്തു? 2,970, 2,970 രൂപ. എന്നിട്ട് റിസീവ്ഡ് ഡിസ്കൗണ്ട് 30, കൂടാതെ 30 രൂപ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്? 3,000 അല്ലേ? അതായത് 3,000 കൊടുക്കുമ്പോഴല്ലേ 30 ആയാലും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കി 2,970 നമുക്ക് തരുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ജേർണൽ എൻട്രി നോക്കാം. നമുക്ക് ക്യാഷ് കിട്ടും, ക്യാഷ് അല്ല സോറി, നമുക്ക് ചെക്ക് ആണ് കിട്ടുന്നത്. അപ്പൊ ജേർണൽ എൻട്രി എങ്ങനെ എഴുതും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു രാമകൃഷ്ണ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു രാമകൃഷ്ണ. അപ്പൊ ഡെബിറ്റ് ആണ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു രാമകൃഷ്ണ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു രാമകൃഷ്ണ. ബാങ്കിന്റെ അക്കൗണ്ടിൽ എന്ത് എഴുതും? ബൈ രാമകൃഷ്ണ, ബൈ രാമകൃഷ്ണ. 21 ബൈ രാമകൃഷ്ണ, ബൈ രാമകൃഷ്ണ. എത്ര രൂപയാണ് നമുക്ക് കിട്ടിയത്? ക്യാഷ് ആയിട്ട് എത്ര കിട്ടി? സോറി, ബാങ്കിലോട്ട് എത്രയാ നമുക്ക് ചെക്ക്? എത്ര രൂപയുടെ ചെക്കാ കിട്ടിയത്? 2,970. ബാങ്കിന്റെ അവിടെ എഴുതുക 2,970, 2,970. ഇനി ഡിസ്കൗണ്ട് നമുക്ക് ക്യാഷ് വല്ലതും കിട്ടിയോ? ഇല്ല. ഡിസ്കൗണ്ട് എത്രയാ? 30. അതെങ്ങനെയാ വന്നത്? ഞാൻ ഇവിടെ നിന്ന് കാണിച്ചേക്കാണ്. 3,000 മൈനസ് 2,970. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഡിസ്കൗണ്ട് 30 വരുന്നത്. ഒന്നുകൂടെ പറയാം. ട്രാൻസാക്ഷൻ ചെക്ക് റിസീവ്ഡ് ഫ്രം രാമകൃഷ്ണയാണ്. ചെക്ക് റിസീവ് ആവുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു രാമകൃഷ്ണ എന്ന് വരും. അപ്പം ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ രാമകൃഷ്ണ. എത്ര രൂപ നമുക്ക് ചെക്കായിട്ട് തന്നു? ബാങ്കിന്റെ കോളത്തിൽ 2,970. എത്ര നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി? 30. അത് ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെ കോളത്തിൽ 30. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ റിസീവ്ഡ് ഫ്രം ബോസ് ₹1,680. ഡിസ്കൗണ്ട് അലൗഡ് 20. ക്യാഷ് കിട്ടുവാണ് ചെയ്യുന്നത്. ആരുടെ അടുത്തുനിന്ന്? ബോസിന്റെ അടുത്തുനിന്ന് നമുക്ക് ക്യാഷ് കിട്ടുവാണ്. അപ്പൊ ജേർണൽ എൻട്രി എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബോസ് അക്കൗണ്ട്. അപ്പൊ ഡെബിറ്റിലായിരിക്കും 22 ടു ബോസ് അക്കൗണ്ട്. കാരണം ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബോസ് അക്കൗണ്ട് എന്നാണ്. എത്ര രൂപ നമുക്ക് ക്യാഷ് കിട്ടി നോക്കിക്കേ? 1,680 രൂപ, 1,680. ഇനി എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്? 20. അത് ഡിസ്കൗണ്ട് അലൗഡിന്റെ അവിടെ.
ഡിസ്കൗണ്ട് അലൗഡിന്റെ അവിടെ 20. ആ എമൗണ്ട്സ് ഒക്കെ നേരെ നേരെ എഴുതാൻ ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയത് ബോസിന്റെ അടുത്ത് നിന്ന്? റിസീവ്ഡ് ക്യാഷ് ഫ്രം ബോസ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബോസ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ടു ബോസ് അക്കൗണ്ട് ക്യാഷിന്റെ കോളത്തിൽ ക്യാഷ് അല്ലേ നമുക്ക് കിട്ടിയത്. എത്രയാണ് നമുക്ക് കിട്ടിയത്? ക്യാഷ് ആയിട്ട് എത്ര കിട്ടി? 1680. 1680. എത്ര രൂപ ഡിസ്കൗണ്ട് അയാൾ തന്നു? 20. അത് ഡിസ്കൗണ്ട് അലൗഡിന്റെ കോളത്തിൽ 20. ഓക്കെ, ഒന്നുകൂടെ പറയാം. ലാസ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബോസ് ആൻഡ് അലൗഡ് 20 ആസ് ഡിസ്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബോസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. ടു ബോസ് ക്യാഷ് എത്ര കിട്ടി? 1680. ഡിസ്കൗണ്ട് എത്ര? ക്യാഷിന്റെ കോളത്തിൽ എഴുതണേ. ഡിസ്കൗണ്ട് എത്ര അലൗ ചെയ്തു? 20. അടുത്ത ട്രാൻസാക്ഷൻ ക്യാഷ് വിഡ്രോൺ ഫോർ ഓഫീസ് പർപ്പസ് 2000. ക്യാഷ് വിഡ്രോൺ ഫോർ ഓഫീസ് പർപ്പസ്. നമ്മുടെ ഓഫീസ് പർപ്പസിന് വേണ്ടി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. എവിടുന്നാ വിഡ്രോ ചെയ്യുന്നത്? ബാങ്കിൽ നിന്ന്. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വരും. എങ്ങനെയാ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു ടു ബാങ്ക് അക്കൗണ്ട്. ഈ എൻട്രിയുടെ പ്രത്യേകത എന്താ? കോൺട്രാ എൻട്രി ആണ്. ശ്രദ്ധിച്ചോ? ജേണൽ എൻട്രി എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷും ബാങ്കും അല്ലേ വന്നത്? കോൺട്രാ എൻട്രി അല്ലേ? അതുകൊണ്ട് ആ ലെഡ്ജർ ഫോളിയോയുടെ കോളത്തിൽ സി എന്ന് മെൻഷൻ ചെയ്യണം. ഇനി ടു ബാങ്ക് എന്ന് പറയുമ്പോൾ എമൗണ്ട് നമ്മൾ എവിടെ? ക്യാഷിലോ ബാങ്കിലോ കാണിക്കോ? ബാങ്ക് എന്ന് കണ്ടോണ്ട് ഓടിപ്പോയി ബാങ്കിൽ എഴുതരുത്. ക്യാഷിന്റെ കോളത്തിൽ വേണം എമൗണ്ട് എഴുതാനായിട്ട്. എത്ര രൂപ നമ്മൾ വിഡ്രോ ചെയ്തത്? ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് 2000. ക്യാഷിന്റെ കോളത്തിൽ വേണം എഴുതാൻ. ഇനി സെയിം ഓപ്പോസിറ്റ് രണ്ടാമത്തെ ആസ്പെക്ട് എവിടാ? ബൈ ക്യാഷ്. 24 എന്ന് ഡേറ്റ് കൊടുക്കുന്നു. ബൈ ക്യാഷ് അക്കൗണ്ട്. ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് കോൺട്രാ എൻട്രി ആയതുകൊണ്ട് സി കാണിക്കുക. ബൈ ക്യാഷ് അക്കൗണ്ട് എത്ര രൂപ? ബാങ്കിന്റെ കോളത്തിൽ. ക്യാഷ് എന്ന് കണ്ടുകൊണ്ട് ക്യാഷിൽ പോയി ഫില്ല് ചെയ്യരുത്. ബാങ്കിന്റെ കോളത്തിൽ 2000. അത് കോൺട്രാ എൻട്രി ആയതുകൊണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം. ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷിന്റെ അവിടെ ടു ബാങ്ക് 2000. ക്യാഷിന്റെ എമൗണ്ട് കോളത്തിൽ 2000. ബാങ്കിന്റെ എവിടെയോ? ബൈ ക്യാഷ് എത്രയാ? ബാങ്കിന്റെ കോളത്തിൽ 2000. കൺഫ്യൂസ് ആയി പോകരുതേ. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് മഹത ഇൻ ക്യാഷ് 3000 ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിം 40. നമ്മള് മഹത എന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാഷ് കൊടുക്കുന്നു. അയാൾ നമുക്ക് ഡിസ്കൗണ്ട് തന്നു. അയാൾ അലോ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുമല്ലേ. അപ്പം അയാളുടെ പൈസ കിട്ടുമ്പോൾ നമ്മൾ എന്തോ എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മഹത. പെയ്ഡ് മഹത. നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്ത? മഹതായ്ക്ക് നമ്മൾ കൊടുക്കുക ചെയ്തത്. ആൻഡ് അത് എന്നിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയ പൈസ കൊടുക്കുമ്പോഴോ ആർക്കാ നമ്മൾ കൊടുത്തത്? മഹത. മഹത അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. മഹത അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എവിടെ എഴുതും? ഡെബിറ്റിലോ ക്രെഡിറ്റിലോ? ക്രെഡിറ്റ് സൈഡ് നമ്മൾ കാണിക്കണം. ബൈ മഹത. ഡേറ്റ് 25th. ബൈ മഹത. ജേണൽ എൻട്രി എന്ന് പറയുന്നത് മഹത അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ്. ക്യാഷ് അക്കൗണ്ടിൽ എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ മഹത. എത്ര രൂപ അവർക്ക് ക്യാഷ് ആയിട്ട് നമ്മൾ പേ ചെയ്തത്? 3000. അപ്പൊ ക്യാഷിന്റെ അവിടെ ബാങ്ക് പേയ്മെന്റ് അല്ല, ചെക്ക് പേയ്മെന്റ് അല്ല, ക്യാഷ് ആണ്. ക്യാഷ് കോളത്തിൽ 3000. ഇനി അവർ എത്ര രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്തത്? 40. അപ്പൊ അവർ അലോ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുമല്ലേ. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെ കോളത്തിൽ ഈ 3000 നേരെ കാണിക്കുന്നു 40. Once again, last transaction paid to Mahada ₹3000 and she allowed discount 40. പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതുന്നേ? മഹദ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ എഴുതും? ബൈ മഹദ. എത്രയാ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയത്? 3000. എത്ര അവർ ഡിസ്കൗണ്ട് അലോ ചെയ്തത്? 40. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെ അവിടെ 40. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് സ്റ്റേഷനറി 100. പെയ്ഡ് സ്റ്റേഷനറി 100 രൂപ നമ്മൾ സ്റ്റേഷനറിക്ക് കൊടുത്തു. ജേണൽ എൻട്രി എങ്ങനെ വരും? സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താ? സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ സ്റ്റേഷനറി. ഡേറ്റ് 26. ബൈ സ്റ്റേഷനറി അക്കൗണ്ട്. എത്ര രൂപ നമുക്ക്? ക്യാഷ് ആണ്, ചെക്ക് നമ്മുടെ പറഞ്ഞിട്ടില്ല. ബൈ സ്റ്റേഷൻ എത്ര രൂപ നമുക്ക് ചെലവായി?
ക്യാഷിന്റെ അവിടെ 100. സിമ്പിൾ, അത് സിമ്പിൾ ആയിരുന്നു, വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. സ്റ്റേഷനറി പർച്ചേസ് ചെയ്താണ്, സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതും? ബൈ സ്റ്റേഷനറി, ക്യാഷിന്റെ കോളത്തിൽ amount 100. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 2000. ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അഗെയിൻ കോൺട്രാ എൻട്രി. എന്തുവാ, എങ്ങനെ ജേണൽ എൻട്രി വന്ന ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് 24 തന്നെ, 24 അല്ല 28 ആണ്. 28 ടു ബാങ്ക് അക്കൗണ്ട്. അഗെയിൻ ഒരു കോൺട്രാ എൻട്രി നമുക്ക് വന്നേക്കാണ്. ടു ബാങ്ക് അക്കൗണ്ട്. എത്ര രൂപ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്? 2000. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. കോൺട്രാ എൻട്രി അല്ലേ, അപ്പം ടു ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് കൊടുക്കുന്നു 26 ടു ക്യാഷ് അക്കൗണ്ട്. കാരണം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. അപ്പം ഡെബിറ്റ് സൈഡിൽ എന്ത് വരും? ടു ക്യാഷ് അക്കൗണ്ട്. കോൺട്രാ എൻട്രി ആണ്, മെൻഷൻ ചെയ്തേക്കുക. ദെൻ ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട്. കാരണം ജേണൽ എൻട്രി എങ്ങനെയാ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ ബാങ്കിന് ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് ഏത് കോളത്തിൽ എഴുതും? ബാങ്കിന്റെ കോളത്തിൽ 2000. അപ്പൊ കോൺട്രാ എൻട്രി ആണല്ലോ, അപ്പുറത്തെ സൈഡിലും എൻട്രി വരുമല്ലോ. അപ്പുറത്തെ സൈഡിൽ എന്ത് എഴുതും? 28 ബൈ പറഞ്ഞേ ബൈ ക്യാഷ്, സോറി ബൈ ബാങ്ക് അക്കൗണ്ട്. ബൈ ബാങ്ക് അക്കൗണ്ട്. ബൈ ബാങ്ക് അക്കൗണ്ട്. എത്ര രൂപ? ഏതിന്റെ ഏത് എമൗണ്ട് കോളത്തിൽ എഴുതുന്നേ? ക്യാഷിന്റെ കോളത്തിൽ 2000. ക്യാഷിന്റെ കോളത്തിൽ 2000. ബൈ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് കോളത്തിൽ 2000. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ഓഫ് പ്രൊപ്രൈറ്റർ. പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ യൂസിന് വേണ്ടി. കണ്ടോ, പേഴ്സണൽ യൂസ് എന്നാണ് പറയുന്നതെങ്കിൽ ജേണൽ എൻട്രി പെട്ടെന്ന് നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് എഴുതരുത്. ചുമ്മാ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എന്ന് എല്ലാം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എടുക്കത്തുള്ളൂ. പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി മാറും. അങ്ങനെ വരുമ്പോൾ പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ യൂസിനാണെങ്കിൽ ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതും? ബൈ ഡ്രോയിങ്സ്. ഡേറ്റ് 30/30. ബൈ ഡ്രോയിങ്സ്. ബൈ ഡ്രോയിങ്സ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? ബാങ്കിൽ നിന്നല്ല വിഡ്രോ ചെയ്തത്, അപ്പൊ ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട് വരണം. എത്രയാ? 500. ഇത്രയേ ഉള്ളൂ. ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടെ എല്ലാ ട്രാൻസാക്ഷനും ഞാനൊന്ന് പറയുകയാണ്. ആദ്യത്തത് ബാലൻസ് ആണ്. ക്യാഷിന്റെയും ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. ഏറ്റവും മേളിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ. ക്യാഷിന്റെ ബാലൻസ് എത്രയാ? 800 ക്യാഷ് കോളത്തിൽ. ബാങ്കിന്റെ ബാലൻസ് ബാങ്കിന്റെ കോളത്തിൽ 4500. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് ഇഷ്യൂഡ് ചെക്ക്. ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. എന്തുകൊണ്ടാണ് ബാങ്ക് വന്നത്? കാരണം ചെക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പം ബാങ്കിന്റെ അവിടെ നമ്മൾ എഴുതും ബൈ പർച്ചേസ്, എന്നിട്ട് ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട്. അടുത്തത് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ്. ക്യാഷ് ആണ്. ടു സെയിൽസ് ക്യാഷിന്റെ കോളത്തിൽ 4000. ദെൻ റിസീവ്ഡ് ഫ്രം സമദ് ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് 4000. ചെക്ക് 2000 ആൻഡ് ക്യാഷ് 1950. സമദിന്റെ അടുത്ത് നമുക്ക് ക്യാഷ് കിട്ടുവാണ്. അയാൾ ഡിസ്കൗണ്ട് അലോ ചെയ്ത് നമ്മൾ ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ട്. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സമദ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സമദ്. ക്യാഷ് ചെക്കായിട്ട് എത്ര കിട്ടി? അപ്പൊ ബാങ്കിന്റെ കോളത്തിൽ 2000. ക്യാഷ് 1950 കിട്ടി, അതുകൊണ്ട് ക്യാഷിന്റെ കോളത്തിൽ 1950. ഡിസ്കൗണ്ട് 40 കിട്ടി, അത് ഡിസ്കൗണ്ട് അലൗഡിന്റെ അവിടെ 40. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. കോൺട്രാ എൻട്രി ആണ്. അപ്പൊ നമ്മൾ ക്യാഷ് രണ്ട് സ്ഥലത്തും ഒരേ സമയം പോസ്റ്റിംഗ് വരും. ടു ഡെബിറ്റ് സൈഡിൽ എന്ത് വരും? ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട് ഹൗ മച്ച്? 5000. അപ്പം ക്രെഡിറ്റ് സൈഡിലോ ബൈ ക്യാഷ്, ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട്. കോൺട്രാ എന്ന് കാണിക്കാനായിട്ട് ലെഡ്ജർ ഫോളിയോയിൽ സി കാണിച്ചേക്കണം. ദെൻ ക്യാഷ് പെയ്ഡ് രമൺ കൃഷ്ണ ബൈ ചെക്ക് 2970. റിസീവ് ഡിസ്കൗണ്ട്. ക്യാഷ് കൊടുത്തു, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു രമൺ. അപ്പൊ നമ്മൾ പെയ്ഡ് അല്ലേ, അപ്പൊ രമൺ കൃഷ്ണ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ബൈ രമൺ കൃഷ്ണ ക്യാഷ് ആയിട്ട് എത്ര തന്നു? 2970. ഡിസ്കൗണ്ട് എത്രയാണ്? 30. ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെ അവിടെ 30.
Then received from boss 1680 discount allowed. കിട്ടുവാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബോസ് എന്ന് വരും. ക്യാഷ് ആയിട്ട് കിട്ടിയത് ക്യാഷിന്റെ കോളത്തിൽ കാണിക്കുന്നു, ഡിസ്കൗണ്ട് കൊടുത്ത് ഡിസ്കൗണ്ടിന്റെ കോളത്തിലും കാണിക്കുന്നു. Then cash withdrawn for office use. ഓഫീസ് യൂസ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ആണ്. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് കാണിക്കും. ടു ബാങ്ക് എത്രയാണ് 2000. ക്രെഡിറ്റ് സൈഡിലോ ബൈ ക്യാഷ് ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട്. അടുത്തത് paid Mahata in cash and discount allowed by him. മഹദയ്ക്ക് ക്യാഷ് കൊടുത്തു, അവര് ഡിസ്കൗണ്ട് അലോ ചെയ്തു. അപ്പം ജേർണൽ എൻട്രി എന്തോ മഹദ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ മഹദ ക്യാഷിന്റെ കോളത്തിൽ ക്യാഷ്, ഡിസ്കൗണ്ടിന്റെ കോളത്തിൽ ഡിസ്കൗണ്ട്. പിന്നെ പെയ്ഡ് സ്റ്റേഷനറി സിമ്പിൾ ആണ്. പെയ്ഡ് സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ്. അപ്പൊ ടു ക്യാഷ് ക്യാഷിന്റെ കോളത്തിൽ എമൗണ്ട്. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് കോൺട്രാ എൻട്രി ആണ്. ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് വരും, ക്രെഡിറ്റ് സൈഡിലോ ബൈ ബാങ്ക് വരും. ലാസ്റ്റ് വൺ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ്. ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതും? ബൈ ഡ്രോയിങ്സ്. എത്ര എമൗണ്ട്? ബാങ്കിൽ നിന്നല്ല നമ്മൾ വിഡ്രോ ചെയ്ത്, അതുകൊണ്ട് ബാങ്കിന്റെ എമൗണ്ടിൽ 500. ഓക്കെ ആണോ? ഇനിയാണ് നമ്മൾ ഇനി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ടോട്ടൽ വരയ്ക്കാണ്. ഓക്കെ, ഡിസ്കൗണ്ട് ലോഡിന്റെ റിസീവ്ഡിന്റെ അങ്ങ് ആഡ് ചെയ്ത് വെച്ചേക്കട്ടെ. ഇവിടെ 50 + 20 70. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇവിടെയും 70. 30 + 40 70. ബാലൻസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ഓരോ കോളം 3 എമൗണ്ട് കോളാണ് നമുക്കുള്ളത്. അതിന്റെ ഓൾറെഡി ഡിസ്കൗണ്ട് അലൗഡിന്റെ റിസീവ്ഡിന്റെ നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ബാലൻസ് ചെയ്യാൻ പോകുന്ന ക്യാഷ് ആണ്. അതായത് ക്യാഷിന്റെ ഡെബിറ്റും ക്യാഷിന്റെ ക്രെഡിറ്റും ആണ് ഞാൻ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം ക്യാഷിന്റെ ഡെബിറ്റ് എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്തെടുത്തു. 800, 4000, 1950, 1680 ആൻഡ് 2000. എനിക്ക് ഡെബിറ്റ് ടോട്ടൽ 10,430 എന്ന് കിട്ടി. ഇതാണ് ഡെബിറ്റിന്റെ ടോട്ടൽ. ഓക്കെ ആണോ? ഇനി ക്രെഡിറ്റ് ടോട്ടൽ ഏതൊക്കെയാ? ക്യാഷിന്റെ എടുക്കാവുള്ള ക്യാഷിന്റെ ക്രെഡിറ്റ് ടോട്ടൽ എന്ന് പറയുമ്പോൾ 5000, 3000, 100 ആൻഡ് 2000. ടോട്ടൽ ക്രെഡിറ്റ് ടോട്ടൽ 10,100 ആണ് ക്രെഡിറ്റ് കിട്ടി. അപ്പൊ ഇതിനകത്ത് ഹയസ്റ്റ് വാല്യൂ ഏതാ? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ് 10,430 ആണ്. അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തു? ക്യാഷിന്റെ ടോട്ടലായിട്ട്, ക്യാഷ് അക്കൗണ്ടിന്റെ ടോട്ടലായിട്ട് ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് വായിക്കുകയാണ് കേട്ടോ. ക്യാഷിന്റെ ടോട്ടൽ നമുക്ക് കിട്ടിയ ഹയസ്റ്റ് വാല്യൂ 10,430. ഇവിടെയും ക്യാഷിന്റെ അവിടെ ക്രെഡിറ്റ് സൈഡിലും 10,430 ഞാൻ ടോട്ടൽ ചെയ്യുന്നു. ഇനി എവിടെയാണ് നമുക്ക് കുറവ് വന്നത്? ഈ സൈഡിലെ കുറവ് വന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ 30 ലാസ്റ്റ് ഡേയിൽ ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. എത്രയാ എമൗണ്ട്? എത്രയാ? അതായത് ഹയസ്റ്റ് വാല്യൂ 10,430 ആയിരുന്നു, ലോവസ്റ്റ് 10,100. രണ്ടിന്റെയും കൂടി ഡിഫറൻസ് വരുമ്പം 330 ആ വരുന്നത്. അതാണ് ക്യാഷിന്റെ ക്യാരി ഡൗൺ വാല്യൂ 330. അത് ബാലൻസിങ് ഫിഗർ ആയിട്ട് എടുക്കുന്നു. ഒന്നുകൂടെ പറയാൻ, ചെയ്ത കാര്യങ്ങൾ ആദ്യം ക്യാഷ് അക്കൗണ്ട് ഫുൾ ടോട്ടൽ ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് നമുക്ക് വന്നത് 10,430. ക്രെഡിറ്റ് സൈഡ് വന്നത് ഐ തിങ്ക് 10,100 ആയിരുന്നു. അപ്പൊ ഹയസ്റ്റ് വാല്യൂ നമ്മൾ രണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെയും ടോട്ടൽ ആയിട്ട് നമ്മൾ എടുത്തു. ഇനി രണ്ട് വാല്യൂന്റെ ഡിഫറൻസ് എവിടെയാ കുറവ് വന്നത്? ക്രെഡിറ്റ് സൈഡിലെ കുറവ് വന്നത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണോ കുറവ് വന്നത്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ടോട്ടൽ ആൻഡ് ലോവസ്റ്റ് ടോട്ടൽ, നമുക്ക് എത്ര ഡിഫറൻസ് വന്നത്? 330. ഇനി ബാങ്കിന്റെ ബാലൻസ് നോക്കാം. അടുത്ത ബാങ്കിന്റെ ടോട്ടൽ ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ബാങ്കിന്റെ ടോട്ടൽ എടുത്തിട്ടുണ്ട്. ബാങ്കിന്റെ എമൗണ്ട്സ് ഒക്കെ ഒന്ന് വായിക്കാം. 4,500, 2,000, 5,000 ആൻഡ് 2,000. ടോട്ടൽ ഡെബിറ്റ് സൈഡിലെ ബാങ്കിന്റെ ടോട്ടൽ എനിക്ക് 13,500 ആണ് കിട്ടിയത്. ഡെബിറ്റ് സൈഡ് ആണ് 13,500. ഇനി ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡ് നോക്കാം. എമൗണ്ട്സ് 3,000, 2,970, 2,500. ക്രെഡിറ്റ് ടോട്ടൽ 8,470 ആണ്. ഇത് ഡെബിറ്റ് ടോട്ടൽ എത്രയാ? 13,500. ക്രെഡിറ്റ് ടോട്ടൽ 8,470. ഹയസ്റ്റ് വാല്യൂ ഏതാ? ഡെബിറ്റ് ടോട്ടൽ ആയ 13,500 ആണ്. അത് ഞാൻ ബാങ്കിന്റെ ടോട്ടൽ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. 13,500 ഡെബിറ്റിലും അതുപോലെ ക്രെഡിറ്റിലെ ബാങ്കിന്റെ കോളത്തിലും 13,500. ഇനി എവിടെ കുറവ് വന്നത്? ഇവിടെ അല്ലേ? ഈ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എത്ര വന്നു? അതായത് 13,500 മൈനസ് 84,700.
8,470 എത്ര വന്നത് 5,030 ആണ് ഡിഫറൻസ് വന്നത്. അപ്പൊ ഇവിടെ അല്ലേ കുറവ്. അപ്പൊ ഓൾറെഡി നമ്മൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയിട്ടുണ്ട് ക്യാഷിൻ്റെത്. അപ്പൊ അതിന് നേരെ ബാങ്കിന്റെ അങ്ങ് എഴുതിയാൽ മതി. ഡിഫറൻസ് എത്ര വന്നു 5,030. ദിസ് ഇസ് ദ ബാലൻസിങ് ഫിഗർ. ഇങ്ങനത്തെ കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾ പർട്ടിക്കുലർ കോളത്തിലൊന്നും എഴുതി കാണിക്കരുത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്കിൽ പേപ്പറിൽ വേണം കാണിക്കാനായിട്ട്. എല്ലാ ടോട്ടലിനും ഡബിൾ ലൈൻ വരച്ച് ഇൻഡിക്കേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ട്രിപ്പിൾ കോളം ക്യാഷ്.